നിയമങ്ങൾ പാലിക്കാതെ ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ്. 100 മുതൽ 2000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്സ് അതോറിറ്റി അറിയിച്ചു. പല വിധത്തിലുള്ള മെട്രോ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അതോറിറ്റിയുടെ ശക്തമായ താക്കീത്. ദുബായ് മെട്രോയുടെ വൃത്തി, യാത്രക്കാരുടെ സുരക്ഷ, സൗകര്യം എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന വിധത്തിലാണ് അധികൃതർ വിവിധ നിയമലംഘനത്തെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. നോൾ കാർഡില്ലാതെ യാത്ര ചെയ്യുക, കൃത്യമായി പണമടയ്ക്കാതെ യാത്ര ചെയ്യുക എന്നിവയാണ് സാധാരണയായി കാണുന്ന നിയമലംഘനങ്ങൾ. 200 ദിർഹമാണ് ഇതിനുള്ള പിഴ. വ്യാജ നോൾ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്താൽ 500 ദിർഹം പിഴ ലഭിക്കും. കാലാവധി കഴിഞ്ഞ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്താലും 200 ദിർഹമാണ് പിഴ. ട്രെയിനിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, സംവരണ സീറ്റുകളിൽ അർഹരല്ലാത്തവർ യാത്ര ചെയ്യുക, ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക, സീറ്റിന് മുകളിൽ കാലുകൾ കയറ്റി വയ്ക്കുക എന്നിവയ്ക്കെല്ലാം 100 ദിർഹമാണ് പിഴ. മെട്രോ സ്റ്റേഷനിൽ ഇരുന്ന് ഉറങ്ങിയാൽ 300 ദിർഹവും മദ്യവുമായി യാത്ര ചെയ്താൽ 500 ദിർഹവും പിഴ ലഭിക്കും. തീ പിടിക്കുന്നതോ മറ്റ് അപകടങ്ങൾ വരുത്തിവെക്കുന്നതോ ആയ വസ്തുക്കളോ ഉപകരണങ്ങളോ കൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ 2000 ദിർഹം വരെയാണ് പിഴ ലഭിക്കുക. മെട്രോയിൽ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതും പുകവലിക്കുന്നതും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നതുമെല്ലാം ശിക്ഷാർഹമാണെന്നും RTA വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.